ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു മട്ടൻ ബിരിയാണിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മളെല്ലാവരും വ്യത്യസ്ത രീതിയിലായിരിക്കും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത്, അതും വ്യത്യസ്ത ടേസ്റ്റും ആയിരിക്കും. ഞാൻ തന്നെ ഒരുപാട് ബിരിയാണിയുടെ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് മട്ടൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഇത് ഞാൻ മുമ്പ് ഒരു ഈദ് വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സെയിം റെസിപ്പി. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. നമ്മൾ മട്ടൻ ബിരിയാണി അല്ലെങ്കിൽ ബീഫ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പം ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അതൊന്ന് വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. ഞാൻ പ്രഷർ കുക്കർ എടുത്തിട്ട് അതിലോട്ട് 1 കിലോ മട്ടൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ പീസാക്കിയിട്ടാട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അത് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു വലിയ ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ക്രിസ്റ്റൽ സോൾട്ട് അതായത് കല്ലുപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുരുമുളക് പൊടി എരിവ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട, കാരണം മട്ടൻ വേവുന്ന സമയത്ത് വെള്ളം ഉണ്ടാവും. നമ്മൾ പ്രഷർ കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, മട്ടന് വേവ് അനുസരിച്ച് വേണം നമ്മൾ പ്രഷർ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാനൊരു 3 വിസിൽ വന്ന ശേഷമാണ് ഓഫ് ചെയ്യുന്നത്. കാരണം ഇത് അത്ര ഇളയ മട്ടൻ അല്ലായിരുന്നു. അപ്പോൾ ഇളയ മട്ടൻ ആണെങ്കിൽ 1 വിസിൽ വന്നാൽ തന്നെ നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. ഒരു 80% മട്ടന് വെന്ത് കിട്ടണം, അത്രയ്ക്കും നമ്മൾ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ആദ്യം. അപ്പോൾ മട്ടൻ അവിടെ വേവുന്ന സമയം കൊണ്ട് ഞാൻ അരി തിളപ്പിക്കാനുള്ള വെള്ളം അവിടെ ചൂടാക്കാൻ വെക്കുന്നുണ്ട്. അടുപ്പത്താണ് വെക്കുന്നത് കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അടുപ്പ് യൂസ് ചെയ്യാറില്ലെന്ന്. എപ്പോഴും എല്ലാ ദിവസവും അടുപ്പ് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ പിന്നെ എപ്പോഴും കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇതിലോട്ട് ഞാൻ എടുത്തിട്ടുള്ള അരി ഇവിടെ നാട്ടിൽ കിട്ടുന്ന UTC റൈസാണ്. ഇത് 4 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൈമ അരി എടുക്കാം, അല്ലെങ്കിൽ ജോക്കർ, UTC ഇതൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ UTC ആണ് എടുത്തിട്ടുള്ളത്. 4 കപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി എടുക്കുക. പിന്നെ അരി ഞാൻ വെള്ളത്തിൽ കുതിർത്തൊന്നും വെക്കുന്നില്ല. വെള്ളത്തിൽ കുതിർത്ത് വെച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നന്നായിട്ട് കഴുകി എടുത്താൽ മതി. കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അരി പെട്ടെന്ന് വേവും. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കേണ്ടി വരും. വെള്ളം കുറേ കുടിക്കും അരി. അപ്പോൾ നമ്മൾ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട പടനെ അരി പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് വേവ് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കഴുകി എടുത്തിട്ടേ ഉള്ളൂ. പിന്നെ നമുക്ക് സവാളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ സാധാരണയായിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ വലിയ ജീരകം, ഒരു 3-4 പച്ചമുളക്, വേണമെങ്കിൽ കൂടുതലെടുക്കാം, പിന്നെ കറിവേപ്പില. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്ത ശേഷമാണ് നമ്മൾ സവോള ചേർത്ത് കൊടുക്കുന്നത്. സവോള 5 എണ്ണം എടുത്തിട്ടുണ്ട്. 1 കിലോ അരിയും 1 കിലോ ഇറച്ചിയുമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിലോട്ട് 5 സവോള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കല്ലുപ്പാണ് നമ്മൾ സാധാരണ പുറത്തുനിന്ന് കഴിക്കുന്ന ബിരിയാണിയിലൊക്കെ ചേർക്കാറ്. അപ്പോൾ കല്ലുപ്പുണ്ടെങ്കിൽ അത് ചേർക്കുക, അല്ലെങ്കിൽ സാധാ ഉപ്പായാലും മതി. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. സവോള നല്ലോണം ഒന്ന് കുക്കായിക്കോട്ടെ. പിന്നെ പലരും ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതിലെന്താ നമ്മൾ ഏലക്ക, പട്ട, പൂവ് അതൊന്നും ഇട്ട് കൊടുക്കാത്തതെന്ന്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മൾ സവോള ഒന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിപ്പോൾ ഒരു 3 ചെറിയ തക്കാളി സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒരുപാട് വേണ്ട, കാരണം നമ്മളിതിലൊരു തൈരും ചേർക്കുന്നുണ്ട് പുളിക്കായിട്ട്. അപ്പോൾ തക്കാളി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 വിസിൽ വന്ന ശേഷം ഞാൻ പ്രഷർ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പ്രഷറൊക്കെ പോയ ശേഷമാണ് തുറക്കുന്നത്. അപ്പോൾ ഒരു മട്ടൻ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പിച്ചി നോക്കാം. മട്ടന് നമ്മൾ കഴിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ അത് വെന്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് മതിയാവും. ബാക്കി നമ്മൾ മസാലയിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് മസാല ഒക്കെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ തക്കാളി ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വന്ന ശേഷം ഞാൻ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ. നമ്മൾ ഈ ഒരു സ്റ്റൈൽ ബിരിയാണിയിലോട്ട് അധികം മഞ്ഞ കളർ വേണ്ട. പിന്നെ മല്ലിയില, പുതിനയില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം വഴറ്റി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്ന ശേഷമാണ് നമ്മളിതിലോട്ട് ഒരു 3/4 കപ്പോളം തൈര് ചേർക്കുന്നത്. തൈര് അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ തക്കാളി കുറച്ച് മാത്രം മതി. ചെറിയ തക്കാളി 3 എണ്ണം എടുത്തിട്ടുള്ളൂ. വലുതാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി തക്കാളി കേട്ടോ. ഒരുപാടൊന്നും വേണ്ട. പുളിയൊക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി നമ്മൾ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടനും അതിൻ്റെ കൂടെയുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത ശേഷം പുളി കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ പച്ചമുളകിൻ്റെ എരിവാണ് ഇതിൽ മെയിനായിട്ട് നമ്മൾ എരിവിനായിട്ട് ചേർക്കുന്നത്. അപ്പോൾ എരിവ് ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും കുറച്ചുകൂടെ അധികം പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഈ മട്ടന് ഈ ഒരു മസാലയിൽ കിടന്നിട്ട് നല്ലോണം കുക്കാവണം. അപ്പോഴാണ് മട്ടനിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുക കേട്ടോ. നമ്മൾ മട്ടൻ നന്നായിട്ട് കുക്ക് ചെയ്ത ശേഷം ലാസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല. ഈ ഒരു മസാലയിൽ കിടന്നിട്ട് കുറച്ച് നേരം ഒരു 20 മിനിറ്റൊക്കെ മട്ടൻ അവിടെ നിന്നിട്ട് കുക്കാവണം കേട്ടോ. നല്ലോണം ഗ്രേവിയൊക്കെ വറ്റി വരണം. അപ്പോൾ ഇതാ നമ്മുടെ അരി തിളപ്പിക്കാനുള്ള വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്, തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് ബിരിയാണി കൈത എന്ന് പറയും, അല്ലെങ്കിൽ ചോറ്റ് കൈത എന്ന് പറയും, ആ ഒരു ഇല ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു മണമായിരിക്കും ബിരിയാണിക്ക് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ഓയിൽ, ഒരു 2-3 ടീസ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്, ചേർത്ത് കൊടുക്കുക അരി തിളപ്പിക്കാനുള്ള വെള്ളത്തിലോട്ട്. അങ്ങനെ ആവുമ്പോൾ അരി അങ്ങനെ വിട്ട് കിടന്നോളൂ കേട്ടോ ചോറാവുമ്പോൾ. അതിനുശേഷം ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. കൂടെ നിൽക്കണം കേട്ടോ. UTC റൈസൊക്കെ ആയതുകൊണ്ട് തന്നെ കൂടെ നിൽക്കണം, പെട്ടെന്ന് കുക്കായി കിട്ടും. ഇനി ഏലക്ക, ഗ്രാമ്പൂ, പട്ട ഉണ്ടെങ്കിൽ അതെടുക്കുക. പിന്നെ കുറച്ച് വലിയ ജീരകം, മല്ലിയില, പുതിനയില, ക്യാരറ്റ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇതെല്ലാം കൂടി ഒരു പ്ലേറ്റിൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. അതായത് ഇത്രയും നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യ് മെൽറ്റായ ശേഷം നമ്മളിതെല്ലാം കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ചോറിട്ട ശേഷം ദമ്മിടില്ലേ, ആ ഒരു സമയത്താണ് ഇത് നമ്മൾ ദമ്മിടുന്ന സമയത്ത് ഓരോ ലെയർ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പട്ടാപ്പൂവ് കായൊന്നും നമ്മൾ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ദമ്മിടുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ചോറൊക്കെ നല്ല ഫ്ലേവർഫുൾ ആവും. ഞാൻ മുമ്പൊരു കുട്ടൻ ബിരിയാണിയുടെ റെസിപ്പിയിൽ ഇതുപോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു, കല്യാണ വീട് സ്റ്റൈൽ കുട്ടൻ ബിരിയാണി റെസിപ്പിയിൽ. പിന്നെ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറ് ഒരു 5-7 മിനിറ്റിനകത്ത് നമുക്ക് റെഡിയായി കിട്ടും. നല്ലോണം തിളച്ച വെള്ളത്തിലോട്ടാണ് അരി ഇട്ട് കൊടുക്കണമെങ്കിൽ. അപ്പോൾ അതാ ചോറ് ഇപ്പം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഊറ്റിയെടുക്കുകയാണ്. കുറച്ചൊന്ന് വേവ് കൂട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇവിടെ ഇക്കാക്ക് ചോറ് വേവ് കൂടുതലുള്ളതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് വേവ് കൂട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മസാല ഇതുപോലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. കുറച്ച് വെള്ളം അവിടെ ഉണ്ടായിക്കോട്ടെ, കാരണം നമ്മൾ ദമ്മിടുന്നതല്ലേ, കുറേ നേരം ദമ്മിടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം വേണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, പുളി ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇപ്പോൾ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ലെയർ ചോറ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇങ്ങനെ ചെറിയ അരി വെച്ചിട്ട് നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചോറിൻ്റെ വേവ്, അരിയുടെ വേവ് നന്നായിട്ട് ശ്രദ്ധിക്കാൻ. ഒരു 5-7 മിനിറ്റ് മതി, അതിന് കൂടുതൽ വേവിക്കേണ്ട കേട്ടോ. ഇത്രയും നിങ്ങൾ വേവിക്കേണ്ട. വേവ് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. എനിക്ക് പേഴ്സണലി അത്ര വേവ് കൂടിയ ചോറൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഞാനങ്ങനെ ഒരു അരി അപ്പുറത്തെ അരിയോട് തൊട്ട് നിൽക്കാത്ത രീതിയിലാണ് ഞാൻ ചോറ് ഉണ്ടാക്കാറ്. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ അങ്ങനെയാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതിപ്പം ഇങ്ങനെ കഴിക്കാൻ പറ്റുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ലെയറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് മസ്റ്റാണ്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ നിറയെ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ദമ്മിട്ട് കൊടുക്കുക കേട്ടോ. ദമ്മിടുന്നത് 1/2 മണിക്കൂർ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ദമ്മിട്ട് കൊടുക്കുക. ഞാൻ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ടില്ല, ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ലോണം അടച്ച് വെച്ചാൽ മതി. പിന്നെ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ദമ്മിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 മണിക്കൂർ ദമ്മിടണം ചെറിയ ഫ്ലെയിമിൽ. അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1/2 മണിക്കൂർ അങ്ങനെ തന്നെ കിടക്കും വേണം കേട്ടോ. അപ്പം മൊത്തം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ബിരിയാണി തുറന്ന് നോക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തുറക്കുന്നത്. എന്നിട്ട് വൈറ്റ് റൈസ് ഉണ്ടല്ലോ മുകളിലത്, അത് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. എന്നാൽ പിന്നെ നമുക്ക് മസാല കൂടുതൽ കുറവ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് റൈസ് ഞാനെടുത്ത് മാറ്റുന്നുണ്ട്. ഇപ്പം ചോറ് കണ്ടോ, ചോറ് ഇച്ചിരി ഒന്ന് വേവ് കൂട്ടിയെടുത്തിട്ടുണ്ട്, എന്നാലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ മട്ടനും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് റൈസും അതുപോലെ മസാലയും സെപ്പറേറ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കുറേശ്ശെ വൈറ്റ് റൈസും മസാലയും കൂടി എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് ബിരിയാണിയിൽ ഭയങ്കര യെല്ലോ കളർ കാണുന്നത് ഇഷ്ടമല്ല. നമ്മുടെ ഇവിടെ മലപ്പുറം സ്റ്റൈലിലൊക്കെ ബിരിയാണി കഴിക്കുമ്പം അത്ര കണ്ട് യെല്ലോയിഷ് അല്ലായിരിക്കും, ചെറിയൊരു യെല്ലോ കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനും അങ്ങനെയാണ് പൊതുവേ ഉണ്ടാക്കാറ് കേട്ടോ. ഒരുപാട് മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കാറില്ല ബിരിയാണിയിൽ. അപ്പോൾ അതാ നമ്മുടെ ബിരിയാണി ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നല്ല വെന്ത് കുഴഞ്ഞ മട്ടനൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് ബിരിയാണിയിൽ. അപ്പം അങ്ങനത്തെ മട്ടൻ ബിരിയാണി റെസിപ്പിയാണ്.
പിന്നെ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ബീഫ് വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം റെസിപ്പി തന്നെയാണ്. പിന്നെ ബീഫ് വേവിക്കുമ്പം കറക്റ്റ് വേവ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മട്ടൻ ബിരിയാണി റെസിപ്പി. നല്ലോണം മട്ടനൊക്കെ കുക്കായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ചോറ് ഇത്ര കുക്കാവണ്ടെന്നാണെങ്കിൽ ചോറ് ഊറ്റുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക. കുറച്ചൊന്ന് വേവ് കുറച്ചെടുത്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇങ്ങനെ ആയാലും നല്ല ടേസ്റ്റാട്ടോ. നല്ലോണം പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. അധികം നമ്മൾ ഓയിലൊന്നും നെയ്യൊന്നും അധികം ചേർത്തിട്ടില്ലല്ലോ, 2 ടേബിൾ സ്പൂണൊക്കെ അല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവർഫുള്ളായിരിക്കും റൈസും അതുപോലെ ബീഫെല്ലാം മട്ടനൊക്കെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും നോക്കാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.